വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, ഇത് ഈ വലിയ പാറക്കല്ലുകൾ ഇപ്പോഴും ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. ഈ ദൗത്യത്തിന് അതൊരു വലിയ വെല്ലുവിളിയാണ്. അവിടെയായിരുന്നു ഈ വലിയ ക്രെയിൻ എത്തിച്ച് രക്ഷാദൗത്യം തുടരാമെന്നുള്ള പ്രതീക്ഷ. അതിനും തിരിച്ചടി ഉണ്ടാവുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് ദൗത്യസംഘം ആലോചിക്കുന്നത്? ഇനിയുള്ള ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് ജയശങ്കർ? റിജിത്ത്, ഇന്നലെ CCTVയിലെ സമയം പരിശോധിക്കുമ്പോൾ 2:56 ഇത്തരത്തിലൊരു അപകടം ഈ കോന്നിയിലെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ കോറിയിൽ നടന്നത്. ഇപ്പോൾ സമയം 3:26 ഇതുവരെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം അറിയിച്ച കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ഈ ആലപ്പുഴയിൽ നിന്നും മറ്റും ക്രെയിൻ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഈ രക്ഷാദൗത്യം വേഗത്തിലാക്കുമെന്ന് ജില്ലാ കളക്ടർ രാവിലെ 10:30 അറിയിച്ചതാണ്. പക്ഷേ ഇപ്പോൾ സമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3:26 അനുകൂല കാലാവസ്ഥ ഉണ്ടായിട്ട് പോലും ഈ രക്ഷാദൗത്യത്തിലേക്ക് പൂർണ്ണമായി കടക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ രക്ഷാദൗത്യത്തിന് വേണ്ട ക്രെയിൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഇങ്ങോട്ട് എത്തിക്കുന്നതിലെ പ്രതിസന്ധിയാണ് നിലവിൽ ഈ ദൗത്യം വൈകാനെന്നാണ് നമുക്ക് NDRF-ൽ നിന്നും മറ്റും ലഭ്യമാകുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ജില്ലാ കളക്ടറും ഒപ്പം തന്നെ ഈ ആലപ്പുഴയിൽ നിന്ന് എത്തേണ്ട ഇത്തരത്തിലുള്ള അത്യാധുനിക യന്ത്ര സാമഗ്രികളും ഇവിടെ എത്തുമെന്നാണ് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ രക്ഷാദൗത്യം പൂർത്തിയാക്കുമെന്നും ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. പക്ഷേ വൈകുന്നേരമാകുന്നു, ഇരുട്ടായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയുടെ കാലാവസ്ഥ അനുസരിച്ച്, ഇവിടുത്തെ ഒരു ടെറൈൻ അനുസരിച്ച് വൈകുന്നേരങ്ങളിൽ ശക്തമായ കാറ്റും മഴയ്ക്കൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രതികൂല കാലാവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഇന്നും ഈ രക്ഷാദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നൊരു ആശങ്ക ഇവിടെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇന്ന് അല്പം വൈകിയാൽ പോലും ഈ ഇന്നലെ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചിയും അതിനുള്ളിൽ ഈ അജയ് റായ് ഉണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ ഉറപ്പിക്കാമെന്നൊരു പ്രതീക്ഷ ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഇവിടെ നടക്കുന്നത്. ജില്ലാ കളക്ടർ അല്പസമയത്തിനകം തന്നെ ഈ അപകട സ്ഥലത്ത് വീണ്ടും എത്തിച്ചേരും. ഒപ്പം തന്നെ നിലവിൽ ഈ സ്ഥലത്തുള്ള 27-അംഗ ജയശങ്കർ, മറ്റൊന്ന് ഈ കോറിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഉയർത്തുന്ന ചില ആക്ഷേപങ്ങളാണ്, വിമർശനങ്ങളാണ്, പരാതികളാണ്. ഇന്നവർ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നു. ഇതിൻ്റെ പ്രവർത്തനം വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് എന്നതടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. ഇതിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണവും ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഈ നാട്ടുകാരുന്നയിക്കുന്ന ആരോപണങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ജയശങ്കർ? ശ്രീജിത്ത്, നാട്ടുകാർ ഈ കോറിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ അത് ജില്ലാ ഭരണകൂടം നടത്തിയ ചില അദാലത്തുകളിൽ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അത് ഈ കോറിയിൽ നിന്ന് മലിനജലം ഒലിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ടും ഈ കോറി അത്തരത്തിൽ അവരുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പരാതികളാണ്. ഒപ്പം തന്നെ ഈ കോറി പഞ്ചായത്തിൻ്റെ റോഡ് ഉൾപ്പെടെ കയ്യേറിക്കൊണ്ട് ഗേറ്റ് ഉൾപ്പെടെ സ്ഥാപിച്ചു. അത്തരം ചില പരാതികൾ ജില്ലാ ഭരണകൂടത്തിന് മുമ്പിൽ വന്നിരുന്നു. പക്ഷേ ജില്ലാ കളക്ടർ ഇന്ന് രാവിലെ വ്യക്തമാക്കിയതനുസരിച്ച് അത്തരത്തിൽ ഇവർ ഉന്നയിച്ച പരാതികളൊന്നും വസ്തുതാപരമാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ ഇന്ന് രാവിലെ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ അനുമതി, ഈ കോറി പ്രവർത്തനത്തിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ അനുമതി 2026 വരെ ഉണ്ടെന്ന് ജില്ലാ കളക്ടർ നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാറ പൊട്ടിക്കുന്നതിന് അനുമതിയുണ്ട്. ഈ ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടോ എന്ന കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അത് പരിശോധിച്ച ശേഷം പറയാമെന്നാണ് വ്യക്തമാക്കിയത്. എന്തായാലും പ്രാഥമികമായി ജില്ലാ ഭരണകൂടം പറയുന്ന കാര്യങ്ങളനുസരിച്ച് ഈ കോറിക്ക് പ്രവർത്തിക്കാനുള്ള പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോറിയുമായി ബന്ധപ്പെട്ട് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ട്, അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. ആ പരാതികളിൽ നടപടി ഉണ്ടായില്ല എന്നും നാട്ടുകാർ ഗുരുതര ആക്ഷേപം ഉന്നയിക്കുന്നു. അവരുടെ ജീവിതശൈലിയെ തന്നെ ഈ കോറിയുടെ പ്രവർത്തനം ബാധിക്കുന്നു എന്ന ഗുരുതര ആക്ഷേപമാണ് നാട്ടുകാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തായാലും ഇന്ന് പറഞ്ഞു വെച്ചത്. എന്തായാലും അക്കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ക്വാറിക്ക് അനുമതിയുണ്ട്, പക്ഷേ അത് അവർ അവിടെ നിന്ന് പൊട്ടിച്ചു കടത്തുന്ന ഈ പാറ അത് അനുമതിയുള്ള അത്രയാണോ എന്ന കാര്യങ്ങളിലൊക്കെ ഒരു സംശയം ജില്ലാ ഭരണകൂടത്തിനുണ്ടോ? അതൊക്കെയാണോ ഇനി അന്വേഷണ പരിധിയിൽ വരാൻ പോകുന്നത് ജയശങ്കർ? തീർച്ചയായും റിജിത്ത്, അത്തരം കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകുമെന്നാണ് ജില്ലാ കളക്ടർ രാവിലെ നമ്മളോട് വ്യക്തമാക്കിയത്. ആ കാര്യം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പാണ് പരിശോധിക്കേണ്ടത്. അതായത് അനുവദിച്ച അളവിലാണോ പാറ ഇവിടെ നിന്ന് പൊട്ടിച്ചത്, മറ്റേതെങ്കിലും സ്ഫോടക വസ്തു ഉപയോഗിച്ച് അമിതമായ രീതിയിൽ പാറ പൊട്ടിക്കാനുള്ള ശ്രമം നടന്നോ, ആ ശ്രമമാണോ ഇത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് നയിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്താനുണ്ട്. അത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പായിരിക്കും നടത്തുക. എന്തായാലും ഈ രക്ഷാദൗത്യം പൂർത്തിയായതിനു ശേഷമായിരിക്കും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇത്തരത്തിലുള്ള
പരിശോധനകളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം പരിശോധനകളിലൂടെ മാത്രമേ ഈ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകൂ. എന്തായാലും നാട്ടുകാർ കൃത്യമായി ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അവരുടെ ഭാഗത്ത് ചില വസ്തുതകളുണ്ട്, ചില തെളിവുകളുണ്ട്. പക്ഷേ ജില്ലാ കളക്ടർ അത് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ഈ കോറിക്ക് പ്രവർത്തനാനുമതി ഉൾപ്പെടെ ഉണ്ടെന്നാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും നാട്ടുകാരുടെ ആശങ്ക ഉൾപ്പെടെ പരിഹരിക്കുമെന്ന് ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. നിലവിൽ ഈ കോറിയുടെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ് പ്രാമുഖ്യം നൽകുന്നത്. എന്തായാലും നിലവിൽ ജില്ലാ കളക്ടർ പറഞ്ഞതുപോലെ ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ എങ്കിലും അത് തുടങ്ങാൻ പറ്റുമെന്ന് കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദൗത്യ സംഘം ആലോചിക്കുന്നത്. അതിനിടയിൽ രക്ഷാപ്രവർത്തനത്തിൽ മെല്ലെപ്പോക്കുണ്ട് എന്ന വിമർശനം കൂടി അതിശക്തമായി ഉയരുന്നുണ്ട്. എ വി ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.